ഹായ് നമസ്തേ സുഹൃത്തുക്കളെ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. രാമായണ മാസം അവസാനിച്ചത് ഇന്നലെയാണല്ലോ. എല്ലാവരും രാമായണ പാരായണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഞാനും രാമായണം വായിച്ചു. പക്ഷേ ഓരോ ദിവസവും രാമായണം വായിക്കുമ്പോൾ അതിനകത്തെ ഏടുകളിൽ നിന്നുള്ള സംഭവങ്ങൾ വീഡിയോ ആക്കിയാൽ എന്താ എന്ന് എനിക്ക് തോന്നലുണ്ടായിരുന്നു. പക്ഷേ എയുടെ സഹായത്തോടു കൂടി വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. എന്തായാലും നല്ല കമൻറ്റുകൾ തരണം. കാണൂ വീഡിയോ. സീതാ സ്വയംവരത്തിന് വില്ല് ഒടിച്ച് വ്യക്തി സീതയെ വരിക്കാം എന്ന സ്ഥിതിയിൽ രാമൻ അവിടെ പോയി സീതയെ വിവാഹം ചെയ്തു വരുന്ന സീനാണ്. അപ്പോൾ അത് ഒരു ഇതിൻ്റെ തുടക്കമായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ആ സദസ്സിൽ രാവണനും ഉണ്ടായിരുന്നു എന്നാണ് കഥ. അപ്പോൾ എന്തായാലും രാവണൻ അത് സാധിച്ചില്ല, രാമൻ അത് സാധിച്ചു. രാമൻ സീതയെ വിവാഹം നടത്തി കൊണ്ടുപോയിരുന്നു അയോധ്യയിലേക്ക്. അപ്പോൾ എന്തായാലും ഇതിനകത്തെ അടുത്ത പ്രധാന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അവർ വനവാസത്തിലേക്ക്, അതായത് സ്വന്തം പിതാവായ ദശരഥൻ്റെയും കൈകേയിയുടെയും മാതാവായ കൈകേയിയുടെയും താല്പര്യാർത്ഥം അവർ സീതയോടൊപ്പം രാമനും ലക്ഷ്മണനും കൂടി ചേർന്ന് അവർ വനവാസത്തിന് പോവുകയാണ്. 14 സംവത്സരങ്ങളെന്നാണ് പറയുന്നത്, 14 വർഷങ്ങൾ. അപ്പോൾ ആ നീണ്ട വനവാസത്തിന് അവർ പുറപ്പെടുന്ന സീന് അത് വളരെ പ്രധാനപ്പെട്ട രംഗമാണ്. ഇപ്പോൾ ഈ പോകുന്ന വഴിയിൽ അഹല്യാമോക്ഷം ഉണ്ടാകുന്നു, അതായത് ഒരു ശിലയായി മാറിയ അഹല്യയ്ക്ക് ശാപമോക്ഷം കൊടുക്കുന്ന ഒരു സീനുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഏടാണ്. പിന്നെ അങ്ങനെ പോകുന്ന വഴിക്ക് ഭക്ഷ്യ വസ്തുക്കളൊക്കെ പഴങ്ങളുമൊക്കെ പറിച്ചു നിന്ന് കാട്ടിൽ അവർ സമയം കളയുന്നു. എന്തായാലും മുന്നോട്ടുള്ള അവരുടെ കൃത്യങ്ങൾ വളരെ വിലപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുവാനുണ്ട്. അപ്പോൾ അതിനായി ആണ് ഈ വനവാസത്തിന് പുറപ്പെടുന്നത് തന്നെ. അത് വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ നിർവഹിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനിപ്പുറം അടുത്ത പ്രധാനപ്പെട്ട ഏട് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ മാരീചൻ വേഷം മാറി രാവണൻ അയക്കുന്നതനുസരിച്ച് അവിടെ മാൻ വേഷം അണിഞ്ഞ് വരുന്നു സീതയെ അപഹരിച്ചു കട്ടുകൊണ്ടു പോകുവാനായിട്ട്. സീത അതിൻ്റെ പുറകെ ഓടിപ്പോകുന്ന ഒരു ഭാഗം. അപ്പോൾ അത് ലക്ഷ്മണരേഖ കടന്നുകൊണ്ടാണ് പോകുന്നത്. ലക്ഷ്മണൻ പറഞ്ഞ് ശ്രീരാമൻ വനത്തിലേക്കൊക്കെ പോകുമ്പോൾ ലക്ഷ്മണനെ പറഞ്ഞേൽപ്പിച്ചു സീതയെ നോക്കിക്കൊള്ളണം, അല്ലെങ്കിൽ സീതയ്ക്ക് ഒരു ലക്ഷ്മണരേഖ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമാണ്. ഒരു രേഖ വരച്ച് ഇട്ടിട്ട് പറഞ്ഞ് അതിനപ്പുറത്തോട്ട് പോകരുത്, അപകടമാണ് കാട്ടിൽ, ഞാനിപ്പം വരാം, എന്തോ ആവശ്യത്തിന് അടുത്തുവരെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് മാരീചൻ വേഷം മാറി വന്ന് സീതയെ അപഹരിച്ചുകൊണ്ട് മാനിൻ്റെ വേഷത്തിൽ വന്ന് മാനിൻ്റെ പുറകെ പോയ സീത, അതിൻ്റെ ചേഷ്ടകളൊക്കെ കണ്ട് പുറകെ പോയ സീത അപഹരിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എന്തായാലും അടുത്തത് എപ്പിസോഡിൽ കാണാം. ബാക്കിയുള്ള സീനുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും വീഡിയോ കാണുക മുന്നോട്ട്. അങ്ങനെ രാമായണ ഏടുകളിലേക്ക് നമുക്ക് വീണ്ടും ഒന്നുകൂടി കടന്നു വരാം. നന്ദി. എൻ്റെ വീഡിയോകളിൽ വീണ്ടും അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി. ജയ് ഭാരത് മാതാ.